ഹായ് നമസ്കാരം. ഞാൻ ലിജി, വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇൻഫ്ലുവൻസറായ ഒരു പെൺകുട്ടിക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രൊമോഷനായി ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ കുട്ടി അതിന്റെ ഇൻസ്റ്റാ പേജിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് എല്ലാവരും കണ്ടു കാണാൻ ഇടയുണ്ട്. ആങ്കറായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഷാലു എന്ന് പറയുന്ന ആങ്കറിനാണ് ഇപ്പോൾ ഇങ്ങനൊരു ദുരവസ്ഥ വന്നിരിക്കുന്നത്. ഷാലു ഒരു ഹോട്ടലിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ആ ഹോട്ടലിൽ ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കുകയും അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിടാറും സാധാരണയായി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ഇവർ ചെയ്യുന്ന ഈ പ്രൊമോഷൻ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ചെയ്യുന്ന പ്രൊമോഷൻ വീഡിയോയിലൂടെ കൂടുതൽ ബിസിനസ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഈ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടാക്കി കൊടുക്കുക സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ പ്രൊമോഷൻ വീഡിയോസ് സെലിബ്രിറ്റീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അവരുടെ ബിസിനസ്സും നേടിയെടുക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഹോട്ടലിൻ്റെ പ്രൊമോഷൻ വീഡിയോയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രമുഖ ഹോട്ടലിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാലു എന്ന് പറയുന്ന ആങ്കർ അവിടെ എത്തുന്നത്. അപ്പോൾ അവർ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നുറങ്ങിയതിന് ശേഷം ഏകദേശം അർദ്ധരാത്രിയോടടുത്തപ്പോൾ, അതായത് 12:45 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയും ആ ഒരു അസമയത്ത് ആ കോൾ വന്നതുകൊണ്ട് ഇവർ കോൾ എടുക്കാതിരിക്കുകയും ഈ കുട്ടി ഈ കോൾ എടുത്തില്ല. ഈ കുട്ടി ഈ കോൾ എടുക്കാതിരുന്നപ്പോൾ തുടരെ 6-7 പ്രാവശ്യം ഈ സെയിം നമ്പറിൽ നിന്ന് വേറൊരു നമ്പറിൽ നിന്ന് കോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ കുട്ടി ഫോൺ എടുക്കാതിരുന്നു. അപ്പോഴേന്ന് ഡോറിൽ വളരെ ശക്തമായിട്ട് മുട്ടാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി ഡോറ് ചാരി നിൽക്കുകയും ഇവർ തള്ളി തുറന്ന് അകത്ത് കയറിയാൽ എന്താകും അവസ്ഥ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ പേടിച്ച് ബുദ്ധിമുട്ടി ഒരുപാട് സമയം നിൽക്കേണ്ടി വന്നു. അവസാനം ഈ കുട്ടി റിസപ്ഷനിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ഇങ്ങനെ പുറത്ത് വന്ന ആൾക്കാർ ശല്യം ചെയ്യുന്നുണ്ട്, ആരാണെന്ന് തനിക്കറിയത്തില്ല എന്ന് ആ കുട്ടി പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സൊന്നും ആരെയും ഇല്ല, ഞാൻ ആരെയും ഇങ്ങോട്ട് കടത്തിവിടാൻ അനുവദിച്ചിട്ടില്ല. 2 ആണുങ്ങളാണ് ഈ കുട്ടിയെ കോൾ വിളിക്കുകയും ഡോറ് തല്ലി തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അവസാനം റിസപ്ഷനിൽ വിളിച്ചിട്ടും പ്രതികരണം ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഈ കുട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയല്ല, സിറ്റിക്കുള്ളിൽ തന്നെ ആയതുകൊണ്ടും പോലീസ് സ്റ്റേഷൻ ഏറ്റവും അടുത്തായതുകൊണ്ടും പോലീസുകാർ അവിടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഈ ഹോട്ടലിൻ്റെ പരിസരത്തായിട്ടൊക്കെ തന്നെ ഉള്ളതുകൊണ്ടും എത്രയും പെട്ടെന്ന് ഹോട്ടലിലേക്ക് പോലീസ് എത്തുകയും ഈ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ കറക്റ്റ് സമയത്ത് ഈ പോലീസ് എത്തിയിരുന്നില്ലെങ്കിൽ ഹോട്ടലുകാരും ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് എത്തിയിരുന്നില്ലെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ വേറൊരു രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വായിക്കേണ്ടി വന്നേനെ, ഒരു ന്യൂസായിട്ട് തന്നെ വായിക്കേണ്ടി വന്നേനെ. അത്രയ്ക്കൊരു ദുരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ആങ്കർ ആയിരുന്ന ഒരു പെൺകുട്ടി, ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വന്ന പെൺകുട്ടിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റുള്ളവരുടെ പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാത്തിലും ഒരു അഭിപ്രായം വരുന്നത്, എന്തിന് പ്രായപൂർത്തിയായ ഒരു കുട്ടി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ പോലും എന്തിനത് ഒറ്റയ്ക്ക് പോയി ഹോട്ടലിൽ താമസിച്ചു, അതും ഒരു വളരെ കറക്റ്റായ കാര്യമാണ്. ജോലി സംബന്ധമായ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് പോകേണ്ടി വരും. പക്ഷേ എപ്പോഴും അവരുടെ സെക്യൂരിറ്റിയെ കരുതി വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരോടൊപ്പം അവർക്ക് സേഫായിട്ട് തോന്നുന്ന ഒരാളെയും കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുകയാണ്. അപ്പോൾ പോലീസ് കറക്റ്റ് സമയത്ത് വരികയും ആ കുട്ടിയുടെ കയ്യിൽ തെളിവുകളെല്ലാം ഉള്ളതുകൊണ്ടും പോലീസ് കേസിൽ FIR ഇട്ടിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ആ കുട്ടികളുടെ തെളിവ് ഉണ്ടായതുകൊണ്ടും കേസ് വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതേ സമയത്ത് ഈ ഹോട്ടലിൽ ഒരാൾ റൂം എടുത്ത് താമസിക്കുകയാണെങ്കിൽ അവർക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ റിസപ്ഷനിൽ നിന്ന് നേരെ കോൾ ആ റൂമിലേക്ക് ചെല്ലുകയും ആ പ്രസ്തുത വ്യക്തിയെ കാണാൻ അവിടെ റിസപ്ഷനിൽ അവരുടെ ഫ്രണ്ട് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റാരോ ആയിക്കോട്ടെ വന്നിട്ടുണ്ട്, അവരെ അകത്തേക്ക് വിടട്ടെ എന്നൊരു അനുവാദം ചോദിക്കുന്ന ഒരു പതിവ് സാധാരണ എല്ലാ ഹോട്ടലുകളിലും കാണാറുണ്ട്. ഈ ഹോട്ടലിൽ എന്തുകൊണ്ട് അത് കണ്ടില്ല? അപ്പോൾ സംശയാസ്പദമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ കുട്ടി റിസപ്ഷനിലെ രജിസ്റ്ററിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിരുന്നു. ഇതേ ഫോൺ നമ്പറിലാണ് പുറത്തുനിന്ന് വന്ന വ്യക്തികൾ ഈ കുട്ടിയെ വിളിച്ചിരിക്കുകയും ചെയ്യുന്നത്.
ഹോട്ടലിലെ മുതലാളി വന്നു. ഈ സമയത്ത് പോലീസും അവരോടൊപ്പം ആ സമയത്ത് തന്നെ പോലീസ് വന്ന സമയത്ത് തന്നെ ഹോട്ടലിന്റെ മുതലാളിയും വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഒരിക്കലും ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ആവശ്യപ്രകാരം അവരുടെ ഹോട്ടലിന്റെ പ്രൊമോഷന് വേണ്ടി വന്ന ഒരു കുട്ടിക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ മുതലാളിയും ഹോട്ടലിലെ ജീവനക്കാരും ഈ കുട്ടിയോടൊപ്പമാണ് നിൽക്കേണ്ടത്. അവരുടെ ബിസിനസ് പ്രൊമോഷന് വന്നതല്ല എങ്കിൽ കൂടി അവരുടെ ഒരു ഹോട്ടലിലേക്ക് വന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഹോട്ടൽ മുതലാളിയും ഹോട്ടൽ ജീവനക്കാരും എല്ലാം ഇവരോടൊപ്പം നിൽക്കേണ്ടതിന് പകരം ഈ വന്നെന്ന് പറയുന്ന 2 വ്യക്തികളോടൊപ്പം നിൽക്കുകയും ഈ കുട്ടിയുടെ കാര്യങ്ങൾ വേറൊരു രീതിയിൽ ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടന്ന കഥ എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരികളും പ്രായമായവരായാലും അങ്ങനെയുള്ള എല്ലാ പെൺകുട്ടികളോടും ലേഡീസിനോടും അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ കേരളം നമ്മൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാനും ഒറ്റയ്ക്ക് പോകാനും വരാനും പറ്റിയ സേഫായിട്ടുള്ള ഒരു സ്ഥലമല്ല. അങ്ങനെ ഒറ്റയ്ക്ക് പോകാനും വരാനും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഒരിക്കലും അത് സാധിക്കാത്ത ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് പല സെലിബ്രിറ്റിക്കും സിനിമാ നടിമാർക്കും ഒക്കെ ഉണ്ടായ അനുഭവങ്ങളോ ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന സ്ത്രീ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വാർത്തയിലും കാണുമ്പോൾ നമ്മൾ തീർച്ചയായും തീർച്ചയായും നമ്മളത് ഉൾക്കൊണ്ട് കണ്ട് ബോധപൂർവമായ ഒരു പെരുമാറ്റത്തിലൂടെ നമ്മളുടെ സ്ത്രീകളുടെ സേഫ്റ്റിയെ കരുതി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ദൂരെ യാത്രയ്ക്കോ നിങ്ങളുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ പോകേണ്ടി വരുമ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടുകയോ അല്ലെങ്കിൽ വീട്ടിലാർക്കും വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ തീർച്ചയായും എപ്പോഴും കൂടെ കൂട്ടുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ആർക്കും എപ്പോഴും നേരിടാം. അങ്ങനൊരു രീതിയിലേക്ക് കേരളത്തിൻ്റെ നിയമവ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക, സന്തോഷമായിരിക്കുക. മാത്രമല്ല എല്ലാത്തിനും ആ കുട്ടിയുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ആ കുട്ടിയുടെ വീഡിയോ ഒന്ന് ഹായ്, ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ കൺസേണിലാണ്. ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, പാലക്കുന്ന് കാസർഗോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പേർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു. ചാനലിന്റെ ആൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് അപ്പം തന്നെ പോയി. അപ്പം ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത ടൈം എന്ന് പറയുന്നത് 2:53 PM ആണ്. ഈ കറക്റ്റ് ടൈം ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല. ഫുഡ് ഓർഡർ ചെയ്ത് അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ്. ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ട്രാവൽ ചെയ്തതിന് ക്ഷീണം കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്ത് അവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് ആയില്ല, ആരും എന്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി, ഇറങ്ങി വാടി, ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതി ഷൗട്ട് ചെയ്ത് ഡോറ് തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം. അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും. നീ വിളിക്കടി, ഞാനാടി പോലീസിന്, തുറക്കടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. അതെന്താ ഞാനിവിടെ പറയുന്നില്ല. വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയുള്ള സംസാരവും കാര്യങ്ങളും സത്യം